വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഒരു കാലത്ത് പെരിന്തൽമണ്ണ. 1921 മാപ്പിള ലഹളയുടെ പ്രധാന കേന്ദ്രങ്ങളൊന്നായിരുന്ന പെരിന്തൽമണ്ണ ഇന്ന് വികസനത്തിൻ്റെ പെരുമയുമായാണ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. ചരിത്രത്തിന്റെ കഥകൾ ഉറങ്ങുന്ന പെരിന്തൽമണ്ണയുടെ മണ്ണിൽ ഇന്ന് വികസനങ്ങളുടെ പെരുമ്പറ മുഴങ്ങുകയാണ്. ജനങ്ങളുടെയും നാടിന്റെയും അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പെരിന്തൽമണ്ണ മുന്നേറുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് കിഫ്ബി. ആ കിഫ്ബി മുഖേന കേരളത്തിൽ അതിബൃഹത്തായിട്ടുള്ള പല പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണ മണ്ഡലത്തിലും നിരവധിയായ പദ്ധതികൾ കിഫ്ബി മുഖേന വന്നിട്ടുണ്ട്. ഒറ്റപ്പാലം പെരിന്തൽമണ്ണ റോഡ് വീതി കൂട്ടി BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നത് ഏറെ പ്രാധാന്യമുള്ള പദ്ധതിയാണ്. 28.33 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരത്തിലെ ഗതാഗത കുരുക്കൊഴിവാക്കുവാൻ ബൈപ്പാസ് നിർമ്മിക്കുവാനുള്ള പദ്ധതിയും പരിഗണിക്കപ്പെടുന്നുണ്ട്. മഞ്ചേരി മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മഞ്ചേരി ഒലിപ്പുഴ റോഡ് നവീകരണം ഗ്രാമപഞ്ചായത്തുകൾക്കും പ്രയോജനകരമായി മാറുമ്പോൾ ഇതിനായി 85.61 കോടി രൂപയാണ് വകയിരുത്തിയത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ 10.26 കോടി രൂപ ചെലവഴിച്ച് ആധുനിക അറവുശാല നിർമ്മിക്കുവാനും പദ്ധതിയുണ്ട്. 92.5 കോടി രൂപ ചെലവഴിച്ച് പണി പൂർത്തിയാക്കിയിട്ടുള്ള രാമഞ്ചാടി കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് വേണ്ടി 11 കോടിയിലധികം രൂപ കിഫ്ബി മുഖേന അനുവദിച്ചിരുന്നു. ആധുനിക അറവുശാലയ്ക്ക് വേണ്ടി 10 കോടിയിലധികം രൂപ കിഫ്ബി മുഖേന നീക്കിവെച്ചിരുന്നു. പല പദ്ധതികളും നടപ്പിലായിട്ടില്ല, അത് ഇനിയും നടപ്പിലാവേണ്ടതുണ്ട്. അപ്പോൾ കിഫ്ബി പൊതുവിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി കിഫ്ബി മുഖേന സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം പെരിന്തൽമണ്ണ മണ്ഡലത്തിലും ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്കായി വിദ്യാലയങ്ങൾക്കും കലാലയത്തിനുമായി 20 കോടിയിലേറെ രൂപയാണ് ചെലവഴിച്ചത്. ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കാനും കായിക മേഖലയുടെ കുതിപ്പിനായി സ്റ്റേഡിയം നവീകരിക്കുന്നതിനും പദ്ധതികൾ ഒരുങ്ങുമ്പോൾ പെരിന്തൽമണ്ണ വികസനത്തിന്റെ പുതിയ മാനങ്ങൾ തേടുകയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഹൈസ്കൂളുകളിൽ 1000-ൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂളുകളിൽ അവിടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 3 കോടി രൂപ അനുവദിക്കുന്നതിനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. അതുപ്രകാരം പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് ഹൈസ്കൂളുകൾക്കും 3 കോടി രൂപ വീതമുള്ള പണം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ പെരിന്തൽമണ്ണ ടൗണിൽ ബോയ്സ് ഹൈസ്കൂളിന് 5 കോടി രൂപയും അതുപോലെ ഗേൾസ് ഹൈസ്കൂളിന് 3.9 കോടി രൂപയും ലഭിച്ചിട്ടുണ്ട്.
അതുപോലെ മറ്റ് പല സ്കൂളുകൾക്കും. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ കാപ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ കിഫ്ബി മുഖേന പണിത ഒരു ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകൾക്കും പണം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ UP സ്കൂളുകളാണെങ്കിൽ 1 കോടി രൂപ വീതം പ്രത്യേകമായി അവിടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. കിഫ്ബി മുഖേന മറ്റ് പദ്ധതികളും ഇവിടെ രാമൻചാടി കുടിവെള്ള പദ്ധതി പോലെയുള്ള പദ്ധതികൾ കിഫ്ബി മുഖേന ലഭിച്ചിട്ടുള്ള പദ്ധതികളാണ്. വലിയ ഫണ്ടാണ് ഇതിനൊക്കെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പൊതുവിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ, വലിയ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കിഫ്ബി മുഖേന ധാരാളം പണം ചെലവഴിച്ചിട്ടുണ്ട്. അത് പെരിന്തൽമണ്ണ മണ്ഡലത്തിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പെരിന്തൽമണ്ണയുടെ മണ്ണിൽ വികസന വസന്തം പൂത്തുലയുമ്പോൾ ജനാഭിലാഷങ്ങളുടെ പൂർണ്ണത കൂടി കൈവരികയാണ്. നാടിന്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞ് പെരിന്തൽമണ്ണയുടെ മണ്ണിൽ വികസന വസന്തം പൂത്തുലയുമ്പോൾ ജനാഭിലാഷങ്ങളുടെ പൂർണ്ണത കൂടി കൈവരികയാണ്. നാടിൻ്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞ്. വ്യവസായ പാരമ്പര്യവും ഗ്രാമീണ തനിമയും ഒത്തുചേരുന്ന പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ വികസന കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. കിഫ്ബി പദ്ധതികളിലൂടെയുള്ള റോഡ് നവീകരണം മുതൽ വിദ്യാലയങ്ങളുടെ ഹൈടെക് മുന്നേറ്റം വരെ പുതുക്കാടിൻ്റെ മുഖച്ഛായ മാറ്റിക്കഴിഞ്ഞു. മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിയൊരുക്കുന്ന പദ്ധതികളാണ് KK രാമചന്ദ്രൻ MLA വിഭാവനം ചെയ്ത് നടപ്പാക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പശ്ചാത്തല സംവിധാനത്തിൽ കാതലായ മാറ്റം വരുത്താനും ഉതകുന്ന പദ്ധതികൾ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റുകയാണ്. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 11 പദ്ധതികൾക്കാണ് തുക വകമാറ്റിയിരിക്കുന്നത്. ഇതിൽ ചെമ്പൂച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം 3 കോടി രൂപ മുടക്കി പൂർത്തിയാക്കി. പുതിയ കെട്ടിടവും അനുബന്ധ സംവിധാനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നന്ദിക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബിയുടെ 50.6 കോടി രൂപ ഫണ്ടിൽ ഹൈടെക് സ്കൂൾ പ്രഖ്യാപനം വന്നു. ഇപ്പോൾ സ്കൂളിന്റെ പുതിയ കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞു.
പുതുക്കാട്, നെല്ലായി, നന്ദിക്കര, ആലത്തൂർ റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് കിഫ്ബിയിലൂടെ തുക അനുവദിച്ചത് നേട്ടമായി. പുതുക്കാട് റെയിൽവേ മേൽപ്പാലത്തിന് 37.73 കോടി രൂപയും നെല്ലായി മേൽപ്പാലത്തിന് 33.69 കോടി രൂപയുമാണ് അനുവദിച്ചത്. നന്ദിക്കര റെയിൽവേ മേൽപ്പാലത്തിന് 34.90 കോടി രൂപയും ആലത്തൂർ മേൽപ്പാലത്തിന് 21.87 കോടി രൂപയും അനുവദിച്ചു. സാംസ്കാരിക വകുപ്പ്, സംസ്ഥാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനും അളഗപ്പ നഗർ പഞ്ചായത്തും ചേർന്ന് നടപ്പാക്കുന്ന ആമ്പല്ലൂർ മൾട്ടിപ്ലക്സ് തിയേറ്റർ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 11.50 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. കോടാലി വെള്ളിക്കുളങ്ങര റോഡ് നവീകരണം ആരംഭിച്ചു കഴിഞ്ഞു. 20.78 കോടി രൂപയാണ് മുതൽ മുടക്ക്. പുതുക്കാട് മുപ്ലിയം കോടാലി റോഡിന് 59.26 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. പള്ളിക്കുന്ന് ചിമ്മിനി ഡാം റോഡിന് 39.49 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ ടെൻഡർ നടപടികളും ആരംഭിച്ചു. 22 കോടി രൂപയുടെ കുറുമാലിപ്പുഴയിലെ കുണ്ടുകടവ് കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ടെൻഡർ നടപടിയും ആരംഭിച്ചു. കുതിക്കുന്ന കേരളത്തിനൊപ്പം പുതുക്കാടും പുതുചരിത്രം എഴുതുകയാണ് വികസന തുടർച്ചകളിലൂടെ. കൈവരിച്ച നേട്ടങ്ങൾ പുതുക്കാടിനെ ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.